കഥകളി എന്ന് പറയുന്നത് നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കലാരൂപമാണല്ലേ. ഈ കഥകളിയിൽ തന്നെ പല വേഷങ്ങളുണ്ട്. ഇപ്പോൾ പച്ച, കത്തി, കരി, താടി, അങ്ങനെ പല വേഷങ്ങളുണ്ട് ഈ കഥകളി കലാരൂപത്തിൽ തന്നെ. അതിൽ തന്നെ ഈ ഓരോ വേഷങ്ങളും വ്യത്യസ്ത കിരീടങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്ത നിറങ്ങളുമാണ് ഈ വേഷങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അണിയാറുള്ളത്. നമ്മൾ ഈ കഥകളി നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയും അതിലെ ഈ കിരീടങ്ങളായാലും വസ്ത്രങ്ങളായാലും നിർമ്മിക്കുന്നത് നമ്മളിൽ പലരും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണല്ലേ. അപ്പോൾ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ ഒരു പറ്റം വിദ്യാർത്ഥികൾ ചേർന്ന് ഈ കഥകളിയിലെ തന്നെ വ്യത്യസ്ത തരം വേഷങ്ങളുടെ കിരീടങ്ങളും മറ്റും നിർമ്മിക്കുന്നതാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കഥകളിയിലെ പച്ച വേഷത്തിൻ്റെ അതിൻ്റെ കിരീടം എങ്ങനെ നിർമ്മിക്കുന്നു എന്നതാണ്. ഈ കുട്ടികളാണ് ഇത് നിർമ്മിക്കുന്നത്. നമുക്ക് ഇവരിലേക്ക് തന്നെ പോകാം. ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന്. ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഹായ്, നേരത്തെ ഇത് പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? കേരള കലാമണ്ഡലത്തിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങൾ അവിടെ നിന്നാണ് പഠിച്ചത്. ഇപ്പോൾ കോപ്പുപണി എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ സബ്ബായിട്ട് വരും. ചുട്ടിയും കോപ്പുപണി എന്നാണ് പറയുന്നത്. ചുട്ടി നമ്മൾ 8 തൊട്ട് 10 വരെ അവിടെ പഠിക്കും. 10ാം ക്ലാസ്സിൽ നമ്മൾ അരങ്ങേറ്റം, അല്ലെങ്കിൽ +1 തൊട്ട് സബ്ബായിട്ട് നമ്മൾ കോപ്പുപണി തുടങ്ങും. ഇത് കിരീടം ഉണ്ടാക്കുകയാണ് ഞങ്ങൾ. ഇതിപ്പോൾ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നതാണ്. ഇത് വെള്ളിനേഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവർ മരപ്പണി ചെയ്യുന്നത്. മരപ്പണി കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യുന്ന പരിപാടികളാണ് ഞങ്ങൾക്കുള്ളത്. ഇതിൽ തകിടിടുക എന്ന് പറയും ഈ ചെയ്യുന്ന ഇത്. പിന്നെ നമ്മൾ ഈ തകിട് വെട്ടി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ റൗണ്ടിനാണെങ്കിൽ നമ്മൾ ചെറിയ ഇത് റൗണ്ടായിട്ട് വെട്ടിയിട്ട് ഇതിലൊട്ടിക്കുക. യൂസ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണ്? അലൂമിനിയം ഫോയിലാണ്. അലൂമിനിയം ഫോയിൽ. അതിൽ നമ്മൾ തേൻമെഴുക് ചേർത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എത്ര വർഷം വേണേലും തടിയിൽ അത് ഇളകാതിരുന്നോളും. അതാണ് അതിൻ്റെ പശയുടെ ഗുണം. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത്. എൻ്റെ പേര് പവി. ഇപ്പോൾ ഈ കിരീടങ്ങളൊക്കെ നിർമ്മിക്കുന്ന കൂട്ടത്തിലുള്ള വിദ്യാർത്ഥി. അതെ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് തന്നെ ആരംഭിക്കാം? ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇത് ലഭിക്കുന്നത്? ഫസ്റ്റ് നമുക്ക് വെള്ളിനേഴി അങ്ങനെയുള്ള സ്ഥലത്തുള്ള ആൾക്കാരാണിത് മരപ്പണി ചെയ്യുന്നത്. അവിടെ നിന്ന് അവർ മേടിച്ചുകൊണ്ട് വരിക. പിന്നെയുള്ള പണികളാണ് ഞങ്ങൾ ചെയ്യുന്നത്. കോപ്പുപണി എന്ന് പറയും. ചുട്ടിയും കോപ്പുപണി. ചുട്ടിയാണ് ഞങ്ങൾ പഠിക്കുന്നത്. അതിൻ്റെ സബ്ബായിട്ട് വരുന്നതാണ് കോപ്പുപണി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് കളറ് വരുത്തുക, അങ്ങനെയുള്ള ഡെക്കറേഷൻ പണികളാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഇത് വെയ്റ്റ്ലെസ് ആണ്. നമ്മൾ കുമിഴെന്ന് പറയുന്നൊരു വുഡിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് കുമിഴ അതിൻ്റെ ഇതെന്ന് വെച്ചാൽ എത്ര ഇത് വെയ്റ്റ്ലെസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഇത്. മാക്സിമം ഈ ഒരു കിരീടം എന്ന് പറഞ്ഞാൽ ഒരു കൂടിപ്പോയൊരു 4 കിലോ 3 കിലോ ആ ഒരു വെയിറ്റേ വരുള്ളൂ. ഒരു കഥകളി നടന് തലയിൽ വെക്കാനുള്ള ഭാഗത്തിനുള്ള വെയിറ്റാണ് അത് വരുന്നത്. എല്ലാത്തിനും ഓരോ പേരുണ്ട് കഥകളിയിൽ. ഇത് പടിയരിങ്ങാണോ എന്ന് പറയും. നമ്മുടെ ഈ ഒരു അരഭാഗത്ത് കെട്ടുന്നതാണ്. ഇത് ഹസ്തഘടകം എന്ന് പറയും. നമ്മുടെ കയ്യിൽ കെട്ടുന്നതാണ്. ആഭരണങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ അതിൽ ചില സാധനങ്ങളൊക്കെ കാണില്ല, ചിലത് കാണും. അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8 വയസ്സുള്ളൊരു കുട്ടിയാണേലും 50 വയസ്സുള്ള പ്രായമുള്ള ഒരാളാണേലും ആൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇത് തന്നെയാണ്. ഒരേ രീതിയിലാണ്. ഇതിപ്പോൾ നമ്മൾ പുറത്ത് പോയി വാടകയ്ക്ക് എടുക്കുമ്പോൾ ഒരു യൂത്ത് ഫെസ്റ്റിവലിനാണെങ്കിൽ ഇപ്പോൾ ഒരു 18 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് വാടകയ്ക്ക് എടുക്കുന്നത് ഈ 50 വയസ്സ് പ്രായമുള്ള വേഷം കെട്ടുന്ന ആൾക്കാർ തന്നെ തന്നെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഓരോ കണക്ക് ആ ഒരു കാര്യങ്ങളാണ്. ഇതിൻ്റെ അളവ് കാര്യങ്ങളെല്ലാം തലയിൽ വെക്കുന്നതായാലും എല്ലാം അതേപോലെ തന്നെ. കൂടിയാട്ടത്തിൻ്റെയും കഥകളിയുടെയും തുള്ളലിൻ്റെയും കോപ്പുപണിയാണ് നമ്മൾ പഠിക്കുന്നത്. ചുട്ടി എന്ന് പറഞ്ഞാൽ കൂടിയാട്ടത്തിൻ്റെയും കഥകളിയുടെയും. ഇത് രണ്ടുമാണ് ചുട്ടിയിലുള്ളത്. കോഴ്സ് നമുക്ക് അങ്ങനെയില്ല. 8ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ MA PhD നമുക്ക് ഇഷ്ടമുള്ള വരെ നമുക്ക് പഠിക്കാം. അതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് പോവാം. അങ്ങനെയാണ്. പവി നല്ല പേര് പറയാം. പവി അപ്പോൾ 8ാം ക്ലാസ് മുതൽ? ഞാൻ 8ാം ക്ലാസ്സിൽ പോയതാണ് അവിടെ. 8ാം ക്ലാസ് മുതൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. സീനിയറാണ്. അത് തോടേന്ന് പറയും. ചെവിയുടെ ഭാഗത്തായിട്ട് വരുന്ന ഇതാണ്. ഇതെല്ലാം വുഡ് തന്നെയാണ്, തടി തന്നെയാണ്. അതെ. വെള്ളിനേഴി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആൾക്കാർ ചെയ്യുന്ന, അവർ പണ്ട് തൊട്ടേ ചെയ്യുന്ന, അവരുടെ അച്ഛൻ അപ്പൂപ്പൻ അങ്ങനെ ഉള്ള കാലം തൊട്ടേ ചെയ്തു വരുന്നതാണ്. ഇത് കൃഷ്ണമുടി എന്ന് പറയും. കൃഷ്ണന് വെക്കുന്ന കിരീടമാണത്.
ഇത് നങ്ങ്യാർകൂത്തിൻ്റെ ആണ്. സ്ത്രീകൾക്ക് വെക്കുന്ന കിരീടമാണ്. കൂടിയാട്ടത്തിൽ സ്ത്രീകൾ വെക്കുന്നത് നങ്ങ്യാർകൂത്തെന്ന് പറയും. ഇത് ഹനുമാൻ വേഷത്തിൻ്റെ ആണ്. അത് കാട്ടാളമുടി എന്ന് പറയും, കരിമുടി. കാട്ടാളൻ കാട്ടിൽ ജീവിക്കുന്ന ഒരു ഇതായിട്ട് കാട്ടാളമുടി. വെള്ളത്താടി ഹനുമാൻ, നന്ദികേശ്വരൻ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്കുള്ളതാണ്. ഇത് ചോനാടിയുടെ കിരീടം. നമ്മുടെ ഭാഷയിൽ അതിന് കുറ്റിച്ചാമരം എന്ന് പറയും. ഏറ്റവും വലിയ കിരീടമാണത്. കഥകളിലേക്കും എല്ലാം ഞങ്ങൾ ചെയ്യുന്നതാണത്. അച്ഛന്മാർ ചെയ്തു വെച്ചാണ് പഠിച്ചു വരുന്നതൊക്കെ. ഈ ഒരു സംഭവം കണ്ടപ്പം, ഈ ഒരു കിരീടം കണ്ടപ്പോൾ നമുക്ക് ഏറെ അത്ഭുതം തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിലെ ഈ പച്ച കളർ കാണുന്ന ഒരു സംഭവം വണ്ടുകളുടെ തോടാണ്. കാട്ടിലെ വണ്ടിൻ്റെ തോടാണ് അത്. ഒറിജിനൽ വണ്ടിൻ്റെ തോട് തന്നെയാണ്, വണ്ടോടെന്ന് പറയും. പക്ഷെ ഇപ്പം നമുക്ക് കിട്ടില്ല, അത് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം വംശനാശം വന്നെല്ലാം പോയി. അതുകൊണ്ട് നമ്മൾ സീക്വൻസ് ആണ് യൂസ് ചെയ്യുന്നത്, പ്ലാസ്റ്റിക്. അത് നമ്മൾ അച്ചടിച്ചിട്ട് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഈ ഒരു തിളക്കം കിട്ടില്ല. ഇതിന് വിളക്കിൻ്റെ വെട്ടത്ത് നല്ല ലൈറ്റ് വെട്ടത്തിൽ അത് ഒറിജിനൽ വണ്ടീൻ്റെ തോട് തന്നെയാണ് അതിൽ കാണുന്നത്. അത് ഇപ്പോൾ ഓരോരുത്തരുടെ പണി പോലെ ഇരിക്കും. ഇപ്പം ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ തിങ്കളാഴ്ച തുടങ്ങിയ വർക്കാണ്. ഇപ്പം 7 ദിവസം 10 ദിവസം ഉണ്ടായിരുന്നു ഞങ്ങളുടെ മുന്നിൽ. അതിനുള്ളിൽ തീർക്കണമെന്നൊരു ടാർഗറ്റാണ്. ഒരു കിരീടം. സമയമെടുക്കും. നമുക്കിത് അറിയില്ലാത്തതുകൊണ്ടാണ്. ഒരു കിരീടം എടുക്കാൻ തന്നെ ഇത്ര ദിവസം, അത് അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന കിരീടങ്ങളെല്ലാം നിർമ്മിച്ച് തരുന്നത് എന്നുള്ളത്. അത് മരപ്പണി കഴിഞ്ഞ് നമ്മുടെ കൈ കിട്ടാൻ തന്നെ 6 മാസം എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന ആളുടെ കഴിവ് പോലെ ഇരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അത് ഇതിന് ചകലാസ് എന്ന് പറയും, റെഡ് തുണിക്ക്. നമ്മൾ ഡൽഹി അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് നമ്മൾ വരുത്തിക്കുന്നതാണ്. നല്ല കോസ്റ്റ്ലി സാധനമാണ്. പിന്നെ ഇത് പീലിത്തണ്ട്, അത് വെക്കുന്നതിനും അതിൻ്റെ ആ പീലി, നമ്മൾ സാധാരണ ഒരു പീലി നമ്മൾ എടുത്തിട്ട് വളയ്ക്കുകയാണെങ്കിൽ അത് ഒടിഞ്ഞു പോകും. നമുക്ക് ഫ്ലെക്സിബിൾ ആവാൻ പറ്റില്ല. അതിൻ്റെ നാര് നമ്മൾ ഇളക്കി മാറ്റും. ബാക്കിലൊരു നൈസായിട്ടുള്ള ഭാഗം മാത്രമേ കാണുള്ളൂ. അത് ഇളക്കി മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെക്സിബിൾ ആവും. അത് വളച്ചൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്ന ഒരു കിരീടം കണ്ടാൽ അതിൽ ഓരോ മുത്ത് വെക്കുന്നതിന് വരെ അത്രയും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ മരപ്പണിയിലുള്ള ഇതിനനുസരിച്ചായിരിക്കില്ലല്ലോ നമുക്ക് റെഡിമെയ്ഡ് മുത്ത് കിട്ടുമ്പോൾ. നമ്മൾ അതിൻ്റെ ഷേപ്പിൽ വെട്ടി ഒട്ടിച്ച് ആ ഷേപ്പാക്കി എടുത്ത് വരണ്ടേ. ഇത് ചോനാടിയുടെ കിരീടമാണ്. കഥകളിയിലേക്ക് ഏറ്റവും വലിയ കിരീടം അതാണ്. ചോനതാടി, സുഗ്രീവൻ, ബാലി അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അത്യാവശ്യം ക്രൂര സ്വഭാവമുള്ളവർക്ക്. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു പേടി വരാനുള്ളൊരു ഇതാണ്. അത് ചെയ്തെടുക്കാൻ എങ്ങനെ പോയാലും ഒരു പണിയുന്ന ആൾക്കാരുടെ കഴിവുപോലെ ഇരിക്കും. നമ്മളുടെ ആ ഇതൊക്കെയാണ്. അത് അത്യാവശ്യം വെയിറ്റൊക്കെ ഉള്ളൊരു കിരീടമാണ്. അത് വെച്ചാണ് നമ്മൾ കളിക്കേണ്ടത്. ക്രൂര സ്വഭാവം എന്ന് പറയുമ്പം കളിക്കാൻ കുറേയൊക്കെയാണ്. കഥകളിൽ ചൂടുകൾ ഒത്തിരി ഉണ്ട്. ഇത് തലയിൽ വെച്ച് വേണം ഒരു നടൻ ചെയ്യാൻ. ഇപ്പം നമ്മൾ ഈ പണിയെടുക്കുമ്പോൾ അതിലെന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം വന്നാൽ അത് വേഷം കെട്ടുന്ന ആളുടെ വേഷത്തിൻ്റെ ഭംഗിക്കൊരു കുറവ് വരില്ലേ. നമ്മൾ ചെയ്ത് ഇതാവണം, ശീലമാവണം. ഇങ്ങനെ ഈ കഥകളിയിൽ ഈ ഓരോ വേഷങ്ങളുടെ വസ്ത്രങ്ങളായാലും കിരീടം നിർമ്മിക്കുന്നവരുടെ ആ ഒരു എഫേർട്ട് കൂടി കഥകളി പൂർണ്ണമായിട്ടും വിജയം നേടിയെടുക്കാനൊന്ന് സഹായിക്കുന്ന ഒന്നാണല്ലേ. ഇതിൻ്റെ ഒരു കഥകളി ഇപ്പം അരങ്ങത്ത് കയറണമെങ്കിൽ അതിന് ബാക്കി കുറേ ആൾക്കാരുടെ കഷ്ടപ്പാടുകളുണ്ട്. ഇപ്പം ഞങ്ങൾ അണിയറെ ചുട്ടി കുത്തുന്നു, അത് കഴിഞ്ഞിട്ട് അവർ തേക്കുന്നു, പിന്നെ ഉടുത്തുകെട്ട്, അത് ഉണ്ടാക്കിയ ആൾക്കാർ. ഒരു കഥകളി ഒരു അരങ്ങത്ത് കയറുമ്പോൾ അതിൻ്റെ ആ എഫേർട്ടുകൾ എന്തായാലും ഉണ്ട്. ഇപ്പം വെള്ളത്താടി ഈ ഹനുമാൻ വേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേക്കപ്പ്, ചുട്ടി കുത്തുക എന്ന് തന്നെ പറഞ്ഞാൽ മാക്സിമം ഒരാൾക്ക് 2 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ വരും. അത് ഏറ്റവും പാടുള്ള കഥകളിയിൽ ഏറ്റവും പാടുള്ളൊരു വേഷമാണ് വെള്ളത്താടി, ചുട്ടി കുത്താൻ. അതിലെ വേഷം വർക്ക് ചെയ്യാൻ, ചുട്ടി കുത്താൻ കുറേ ടൈം എടുക്കും. പവി ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് വന്ന് പഠിച്ചതാണോ അതോ കുടുംബപരമായ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരാണോ? അല്ല ഞാൻ കലാമണ്ഡലത്തിൽ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പടയണി പഠിച്ചിട്ടുള്ളതാണ്, വേലകളി പടയണി. അപ്പോൾ അങ്ങനെ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി ഇഷ്ടപ്പെട്ട് 8ാം ക്ലാസ്സിൽ ഞാൻ അഡ്മിഷൻ ചേർന്നതാണ്. അങ്ങനെ ഇതിനോട് ഇഷ്ടം തോന്നിയിട്ട് ചേർന്നതാണ്. വീട്ടുകാർ സപ്പോർട്ട് ചെയ്തു. വീട്ടിൽ ഇതേപോലെ അമ്മയെടുത്ത് വന്നപ്പം പ്രശ്നമൊന്നുമില്ല, നമ്മൾ പൊക്കോളാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ പോയി.
സൂ സൂ എനിക്ക് സൂല അനാർക്കൊണ്ടാണ് ഇഷ്ടപ്പെട്ട സൂ പുരാതന ആർട്ട് ഫോംസ് കുട്ടികൾ അവർ വരയ്ക്കുന്നതൊക്കെ കണ്ടോ? ഒരുപാട് കാര്യങ്ങൾ കണ്ട് പഠിക്കാൻ പറ്റും. ഫോട്ടോകളുണ്ട്, സിനിമ എങ്ങനെയൊക്കെയാണ് ചെയ്തത് കണ്ട്, സിനിമ ചെയ്യാൻ പറ്റിയ ഉപകരണങ്ങൾ, പിന്നെ കുറേ ബേർഡ്സ്, അനിമൽസ് ഒക്കെ. ബേർഡ്സിനെ കുറിച്ചും പേരെന്താ? അഭിരാമി, റാഷൻ, അർമിസ്, ആദിത്യൻ, അക്ബർ. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? എല്ലാം കാണാൻ ആഗ്രഹം തന്നെ. വാട്ടർഫോൾസ് കണ്ടു. ഓ, പടം വരച്ചത് അതെല്ലാം ഇഷ്ടപ്പെട്ടു.